നമസ്കാരം. ആലപ്പുഴ ചേർത്തല ഐഷ തിരോധാന കേസിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചു. ചേർത്തല SHO നേതൃത്വം നൽകും. കേസിൽ സെബാസ്റ്റ്യന്റെ പങ്ക് വ്യക്തമായതോടെയാണ് ചേർത്തല SHOയുടെ നേതൃത്വത്തിൽ 9 അംഗ സംഘത്തെ നിയോഗിച്ച് ഉത്തരവിറക്കിയത്. ക്രൈംബ്രാഞ്ചിലെയും സ്പെഷ്യൽ ബ്രാഞ്ചിലെയും മുതിർന്ന ഉദ്യോഗസ്ഥരും സംഘത്തിലുണ്ട്. 2012 കാണാതായ ഐഷയെക്കുറിച്ച് ക്രൈംബ്രാഞ്ച് ഉൾപ്പെടെ വിവിധ സംഘടനകൾ അന്വേഷണം ആരംഭിച്ചുവെങ്കിലും കാര്യമായ പുരോഗതിയൊന്നും ഉണ്ടായിരുന്നില്ല. കോട്ടയത്ത് നിന്ന് കാണാതായ ജയനമ്മയുടെ കേസിന്റെ അന്വേഷണ വേളയിലാണ് നിർണായക തെളിവുകൾ കണ്ടെത്തിയത്. സെബാസ്റ്റ്യന്റെ വീട്ടുവളപ്പിൽ നിന്ന് കണ്ടെത്തിയ മനുഷ്യ ശരീരാവശിഷ്ടങ്ങൾ ഐഷയുടേതാണോ എന്ന സംശയത്തിലാണ് പോലീസ്. അസ്ഥികളുടെ DNA പരിശോധനാ ഫലമാണ് കേസിൽ നിർണായകമാവുക. ചേർത്തലയിലെ വാർനാട് സ്വദേശിയായ ഐഷ എന്ന സ്ത്രീയെ 2012 കാണാതായിട്ടുള്ളത്. ബാങ്കിലേക്ക് പോകുന്നുവെന്ന് പറഞ്ഞാണ് ഐഷ ഈ വീട്ടിൽ നിന്നും ഇറങ്ങിയത്. ഇതാണ് ബന്ധുക്കൾ നൽകിയിരിക്കുന്ന മൊഴി. എന്നാൽ അതിനുശേഷം ഐഷയെക്കുറിച്ച് യാതൊരു വിവരവും ലഭിച്ചിട്ടില്ല. റിയൽ എസ്റ്റേറ്റ് ഇടപാടുമായി ബന്ധപ്പെട്ട ഐഷയ്ക്ക് സെബാസ്റ്റ്യനുമായി അടുപ്പമുണ്ടായിരുന്നു. ഈ ഇടപാടുകൾക്ക് ഒരു ഇടനിലക്കാരിയെ പ്രവർത്തിച്ചത് ഐഷയുടെ അയൽവാസിയായ റോസമ്മ എന്ന സ്ത്രീയാണെന്നും പിന്നീട് കണ്ടെത്തി. അടുത്തിടെ മറ്റു സ്ത്രീകളെ കാണാതായ കേസുമായി ബന്ധപ്പെട്ട് സെബാസ്റ്റ്യൻ അറസ്റ്റിലായതോടെ ഐഷയുടെ കേസിൽ പുതിയ വഴിത്തിരിവുണ്ടായത്. സെബാസ്റ്റ്യന്റെ വീട്ടിൽ നിന്ന് കത്തിക്കറിഞ്ഞ മനുഷ്യാവശിഷ്ടങ്ങൾ കണ്ടെത്തിയതും ചില സ്വർണ്ണാഭരണങ്ങൾ കണ്ടെത്തിയതുമാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണം കൂടുതൽ ശക്തമാകുവാനുള്ള തീരുമാനത്തിലേക്ക് പോലീസ് എത്തിയത്. അമ്മാവൻ എന്ന വിളിപ്പേരിൽ അറിയപ്പെടുന്ന സെബാസ്റ്റ്യനെതിരെ ക്രൈംബ്രാഞ്ചിന് നിർണായക സൂചനകളാണ് ലഭിച്ചിരുന്നത്. ബിന്ദു പത്മനാഭനും ഐഷയും കാണാതായ കേസിൽ ഇയാളുടെ സുഹൃത്ത് ഫ്രാങ്ക്ലിനെയും കസ്റ്റഡിയിലെടുക്കും എന്നാണ് വിവരങ്ങൾ പുറത്തുവന്നത്. ക്വട്ടേഷൻ സംഘത്തിന്റെ പങ്കും ഉണ്ടായിരുന്നു. 3 മൊബൈൽ ഫോണുകളിലെ കോൾ ഡാറ്റയിലൂടെ പുറത്തുവന്ന ഞെട്ടിക്കുന്ന വിവരങ്ങളായിരുന്നു ഇത്തരത്തിൽ ക്രൈംബ്രാഞ്ചിന് പിടിവലിയായത്. ഈ സാഹചര്യത്തിൽ പ്രതികൾക്ക് കുറ്റസമ്മതം നടത്തേണ്ടി വരും എന്ന് തന്നെയാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. ചേർത്തല കടക്കരപ്പള്ളി സ്വദേശിനി ബിന്ദു പത്മനാഭനെയും ചേർത്തല നഗരസഭ 7-ാം വാർഡ് നെടുമ്പ്രക്കാട് വെളിയിൽ ഐഷയുടെ തിരോധാനത്തിലാണ് അമ്മാവനെന്ന് വിളിക്കുന്ന സെബാസ്റ്റ്യന്റെ സുഹൃത്ത് ഫ്രാങ്ക്ലിനെ കസ്റ്റഡിയിലെടുക്കുക. ഐഷയെ ക്വട്ടേഷൻ സംഘത്തെ ഉപയോഗിച്ച് കൊലപ്പെടുത്തിയെന്നും സെബാസ്റ്റ്യൻ നേരിട്ടതിൽ പങ്കുചേർന്നില്ലെന്നുമാണ് സൂചനകൾ. ബിന്ദുവിനെയും ഐഷയും ചേർത്തല പള്ളിപ്പുറം സ്വദേശി ചെങ്ങുംതറ സെബാസ്റ്റ്യനും കൂട്ടാളികളും ചേർന്ന് അരുംകൊല ചെയ്തുവെന്നതിന് സാഹചര്യ തെളിവുകൾ കിട്ടി. സെബാസ്റ്റ്യനെയും വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങും. സെബാസ്റ്റ്യനെയും ഫ്രാങ്ക്ലിനെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുകയും ചെയ്യും. അതിരമ്പുഴി സ്വദേശി ജയനമ്മയെ കൊലപ്പെടുത്തി ആഭരണങ്ങൾ കവർന്ന കേസിൽ സെബാസ്റ്റ്യൻ റിമാൻഡിലാണ്. ഈ കേസിൽ 2 തവണ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്തിട്ടും പ്രതി കുറ്റസമ്മതം നടത്തിയിരുന്നില്ല. ഇതിനിടെ സെബാസ്റ്റ്യന്റെ വീട്ടിലെ രക്തക്കറ ജയനമ്മയുടേതാണെന്ന് സ്ഥിരീകരിക്കുകയായിരുന്നു. ഇതിന് പിന്നാലെയാണ് കൂടുതൽ തെളിവുകൾ കിട്ടിയത്. ബിന്ദുവിനെ സെബാസ്റ്റ്യൻ, ഫ്രാങ്ക്ലിൻ, പൊന്നപ്പൻ, മനോജ് എന്നീ കൂട്ടാളികൾ ചേർന്ന് സെബാസ്റ്റ്യന്റെ വീട്ടിൽ വെച്ച് വകവരുത്തിയെന്നാണ് സൂചന. ഐഷയെ ക്വട്ടേഷൻ സംഘവും. സെബാസ്റ്റ്യന്റെ സുഹൃത്ത് അയൽവാസിയായ റോസമ്മയ്ക്ക് ഇക്കാര്യങ്ങൾ വ്യക്തമായി അറിയാമെന്നാണ് പോലീസ് പറയുന്നത്. പലതവണ ചോദ്യം ചെയ്തപ്പോഴും ഇവർ പരസ്പര വിരുദ്ധമായ മറുപടിയാണ് നൽകുന്നത്. പള്ളിപ്പുറത്തെ വീട്ടുവളപ്പിൽ നിന്ന് കണ്ടെടുത്ത അസ്ഥിയുടെ DNA ഫലം അടുത്ത ദിവസം പുറത്തുവരുമ്പോൾ കൊല്ലപ്പെട്ടത് 6 എന്നത് വ്യക്തമാകും. ഇതുകൂടാതെ സിന്ധുവിന്റെ തിരോധാനത്തിലും സെബാസ്റ്റ്യൻ പങ്കുള്ളതായാണ് സംശയിക്കുന്നത്. ചേർത്തല നഗരസഭ 7-ാം വാർഡ് നെടുമ്പ്രക്കാട് വെളിയിൽ ഐഷയെ 5 വർഷങ്ങൾക്ക് മുൻപാണ് കാണാതായത്. സെബാസ്റ്റ്യനുമായി സാമ്പത്തിക ഇടപാട് ഇവർക്കുണ്ടായിരുന്നു. ഇതിനൊപ്പം മനോജിന്റെ മാനത്തിലും ദുരൂഹതയുണ്ട്. ബിന്ദു പത്മനാഭന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യുവാനായി പോലീസ് വിളിപ്പിച്ചപ്പോഴാണ് ഇത്തരത്തിൽ സെബാസ്റ്റ്യന്റെ വിശ്വസ്തനും ഇടപാടുകളിൽ സഹായമായ ഈ ഓട്ടോറിക്ഷ ഡ്രൈവർ പള്ളിപ്പുറം തൈക്കുടത്തിൽ മനോജിനെ 2018 ജൂൺ 28 തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ബിന്ദുവിന്റെ കൊലപാതകം സംബന്ധിച്ച് സെബാസ്റ്റ്യൻ താൻ ഉൾപ്പെടെ കൂട്ടാളികൾക്കുള്ള പങ്ക് പറയേണ്ടി വരുമെന്ന ഭീതിയിൽ ജീവനൊടുക്കിയതായാണ് നാട്ടിൽ പറയുന്നത്. എന്നാൽ മനോജ് സംഭവങ്ങൾ പോലീസിനോട് പറയുമോ എന്ന സംശയത്തിൽ സെബാസ്റ്റ്യൻ കൊലപ്പെടുത്തിയതാണെന്നാണ് മറ്റൊരു സംശയം. സെബാസ്റ്റ്യൻ ബിന്ദുവും പതിവായി യാത്ര ചെയ്തിരുന്നത് ഇയാളുടെ ഓട്ടോയിലായിരുന്നു. ബിന്ദു തിരോധാന കേസിൽ മനോജിനെ മുൻപും ചോദ്യം ചെയ്തിട്ടുണ്ട്. എന്നാൽ മനോജ് ബിഗ് ഷോപ്പറിൽ നിറയെ നോട്ടുകളുമായി പോകുന്നത് കണ്ടതായുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുകയായിരുന്നു. ഇയാളെ ചോദ്യം ചെയ്താൽ അക്കാലത്ത് ഒളിവിലായിരുന്ന സെബാസ്റ്റ്യന്റെ പങ്ക് ഇതിൽ കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരുമെന്ന് പോലീസ് പ്രതീക്ഷിച്ചിരുന്നു. ബിഗ് ഷോപ്പറിൽ കൊണ്ടുപോയത് അമ്മാവന് ലോട്ടറി അടിച്ച പണമെന്നാണ് ഈ സുഹൃത്തുക്കളോട് പറഞ്ഞിരുന്നത്. കാരണം ഈ സെബാസ്റ്റ്യനെ നാട്ടിൽ വിളിച്ചിരുന്നത് അമ്മാവനെന്ന് തന്നെയാണ്. വിവരം ലഭിച്ച പോലീസ് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ച ദിവസം രാവിലെ വീട്ടിൽ മനോജ് തൂങ്ങി മരിക്കുകയായിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.